കമ്പനി ബോർഡ്, LGS, ബെവ്കോ LD തുടങ്ങിയവയ്ക്കായുള്ള കേരള PSC 10ാം ലെവൽ പ്രിലിംസ് സിലബസ് മാറിയോ? പഴയ സിലബസ് പഠിച്ചവർക്കെല്ലാം ഇനി വീണ്ടും സീറോയിൽ നിന്ന് തുടങ്ങണോ? ഈ വീഡിയോ മുഴുവൻ കണ്ടാൽ നിങ്ങൾക്ക് ക്ലിയർ ആകും. എന്താണ് ലേറ്റസ്റ്റ് പാറ്റേൺ? പുതിയ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണ്? ഇനി പഠിക്കേണ്ട സ്മാർട്ട് സ്ട്രാറ്റജി എന്താണ്? ഹായ് PSC ചങ്കുകളെ, ഏവർക്കും ഡെസ്കി PSCയിലേക്ക് സ്വാഗതം. പലർക്കും ഡൗട്ടുണ്ട്, സിലബസ് മാറിയെങ്കിൽ ഞാൻ ഇതുവരെ പഠിച്ചത് വേസ്റ്റായോ? എങ്കിൽ വിഷമിക്കേണ്ട, വലിയ മാറ്റമില്ല. പക്ഷെ പഠിക്കുന്ന പ്രയോറിറ്റി മാറണം. ലേറ്റസ്റ്റ് ഒഫീഷ്യൽ ഡീറ്റെയിൽഡ് സിലബസ് പ്രകാരം 10ാം ലെവൽ കോമൺ പ്രിലിമിനറി എക്സാമിൽ മേജർ സ്പ്ലിറ്റ് ഇങ്ങനെയാണ്: ജനറൽ നോളജ്, കറന്റ് അഫയേഴ്സ്, കേരള റിനൈസൻസ്. ഇവ ചേർത്ത് 60 മാർക്ക്. അതിൽ ശാസ്ത്ര സാങ്കേതിക മേഖല, കല, സാംസ്കാരിക മേഖല, രാഷ്ട്രീയ, സാമ്പത്തിക, സാഹിത്യ മേഖല, കായിക മേഖല ഇവയുമായി ബന്ധപ്പെട്ട ഇന്ത്യയിലെയും പ്രത്യേകിച്ച് കേരളത്തിലെയും സമകാലീന സംഭവങ്ങൾ ഇവ ചേർത്ത് 10 മാർക്ക്. അടുത്തത് ഇന്ത്യയുടെ ഭൂമിശാസ്ത്രപരമായ സവിശേഷതകൾ, അതിർത്തികളും അതിരുകളും, ഊർജ്ജ മേഖലയിലെയും ഗതാഗത വാർത്താവിനിമയ മേഖലയിലെയും പുരോഗതി, പ്രധാന വ്യവസായങ്ങൾ എന്നിവയെ സംബന്ധിച്ച പ്രാഥമിക അറിവ് ഇവ ചേർത്ത് 10 മാർക്ക്. അടുത്തത് ഇന്ത്യയുടെ സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയവും സാമൂഹികവും സാംസ്കാരികവുമായി ബന്ധപ്പെട്ട മുന്നേറ്റങ്ങൾ, ദേശീയ പ്രസ്ഥാനങ്ങൾ, സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ നേരിട്ട പ്രധാന വെല്ലുവിളികൾ തുടങ്ങിയവ ഇവ ചേർത്ത് 10 മാർക്ക്. അടുത്തത് ഒരു പൗരന്റെ അവകാശങ്ങളും കടമകളും, ഇന്ത്യയുടെ ദേശീയ ചിഹ്നങ്ങൾ, ദേശീയ പതാക, ദേശീയ ഗീതം, ദേശീയ ഗാനം തുടങ്ങിയ അടിസ്ഥാന വിവരങ്ങളും, മനുഷ്യാവകാശ കമ്മീഷൻ, വിവരാവകാശ കമ്മീഷനുകൾ എന്നിവയെ സംബന്ധിച്ച അറിവുകളും ഇവ ചേർത്ത് 10 മാർക്ക്. അടുത്തത് കേരളത്തിന്റെ അടിസ്ഥാന വിവരങ്ങൾ, നദികളും കായലുകളും, വിവിധ വൈദ്യുത പദ്ധതികൾ, വന്യജീവി സങ്കേതങ്ങളും ദേശീയോദ്യാനങ്ങളും, മത്സ്യബന്ധനം, കായികരംഗം തുടങ്ങിയവയെക്കുറിച്ചുള്ള അറിവ് ഇവ ചേർത്ത് 10 മാർക്ക്. അടുത്തത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിലുണ്ടായ മുന്നേറ്റങ്ങളും അതിനു പിന്നിൽ പ്രവർത്തിച്ചവരും, കേരളത്തിലെ സാമൂഹ്യ പരിഷ്കരണവും, അയ്യങ്കാളി, ചട്ടമ്പി സ്വാമികൾ, ശ്രീനാരായണ ഗുരു, പണ്ഡിറ്റ് കറുപ്പൻ, VT ഭട്ടതിരിപ്പാട്, കുമാരഗുരു, മന്നത്ത് പത്മനാഭൻ തുടങ്ങിയ സാമൂഹ്യ പരിഷ്കർത്താക്കളും ഇവ ചേർത്ത് 10 മാർക്ക്. അടുത്തത് ജനറൽ സയൻസ് എടുക്കുമ്പോൾ ടോട്ടൽ 20 മാർക്ക്. അതിൽ നാച്ചുറൽ സയൻസ് 10 മാർക്ക്, ഫിസിക്കൽ സയൻസ് 10 മാർക്ക്. മാത്സ് എടുക്കുമ്പോൾ സിമ്പിൾ അരിത്മെറ്റിക് 10 മാർക്ക് ആൻഡ് മെന്റൽ എബിലിറ്റി 10 മാർക്ക്. ടോട്ടൽ 20 മാർക്ക്. മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ഇങ്ങനെയാണ്: 60 മാർക്ക് GK, 20 മാർക്ക് ജനറൽ സയൻസ്, 20 മാർക്ക് മാത്സ്. അതായത് സിലബസ് മാറിയെന്ന് ന്യൂസ് കേട്ട് ടെൻഷൻ ആവേണ്ട. സിലബസ് മനസ്സിലാക്കി മാർക്സ് വെയിറ്റേജ് അനുസരിച്ച് സ്മാർട്ടായി പഠിച്ചാൽ 10ാം ലെവൽ പ്രിലിംസ് ക്രാക്ക് ചെയ്യാം. ഈ വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ ലൈക്ക് ചെയ്യൂ, PSC പ്രിപ്പറേഷൻ ചെയ്യുന്ന ഫ്രണ്ട്സിന് ഷെയർ ചെയ്യൂ. ലേറ്റസ്റ്റ് PSC സിലബസ് അപ്ഡേറ്റ്സ്, പ്രീവിയസ് ക്വസ്റ്റൻ അനാലിസിസ്, സ്റ്റഡി പ്ലാൻ എല്ലാം ഫ്രീ ആയി വേണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇത് വെറും സിലബസ് അല്ല, നിങ്ങളുടെ റാങ്ക് ലിസ്റ്റ് ജേർണിയുടെ സ്റ്റാർട്ടിംഗ് പോയിന്റാണ്. ഡെസ്കിയോടൊപ്പം PSC പഠനം സ്മാർട്ടാക്കാം, റാങ്ക് ഉറപ്പാക്കാം.